നമ്മുടെ കഥാനായിക ജാസി ഹോസ്പിറ്റലൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ റീനെ മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചു. വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ പറ്റൂല. ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാ ചെയ്തത്, ജാസി സർജറി കഴിഞ്ഞോ അതോ ജാസിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്? അപ്പൻഡിഷ് അല്ല മോളെ, അപ്പൻഡിസൈറ്റിസ്, അല്ലാണ്ട് അപ്പൻഡിഷ് അല്ല. നിനക്ക് അതൊന്നും അല്ലല്ലോ, നിനക്ക് മൂലക്കുരു ആയിരുന്നില്ലേടാ. അല്ല ഡി അങ്ങനെ പറയരുത് അല്ലേ. നിന്റെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള നടത്തം കാണുമ്പോ നിനക്ക് താഴെയല്ലേ വേദന, വയറ്റത്തും അല്ലേ വേദന, ഈ നെഞ്ചത്തും അല്ലേ വേദന, നിന്റെ കക്ഷത്തിലാണ് വേദന എന്നുള്ള രൂപത്തിലല്ലേ നിന്റെ നടത്തം. എന്ത് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം തള്ള. എനിക്കും എന്റെ പാർട്ട്ണറിനും അതെന്ത് പന്ന വർത്താനമാടാ. ഇത്രയും പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാടാ നീ പേക്കൂത്തുകളൊക്കെ കാണിച്ചു കൂട്ടിയത്? പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ചില കാരണം ഞാൻ പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള കള്ളം പറഞ്ഞാൽ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു വട്ടം പറമ്പിലുണ്ടായിരുന്നു സ്ത്രീയായി മാറി. അപ്പൊ നമുക്ക് ഒരു വീഡിയോ കൂടെ കാണേണ്ടതായിട്ട് വരും. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു സ്ത്രീ ആവാൻ വേണ്ടി നെഗറ്റീവ് പറയല്ലേ. ഈ മണ്ടന് മനസ്സിലായില്ല, പക്ഷെ കൂടെ നിന്ന് മണ്ടന് മനസ്സിലായി. ഒരേ ഒരു സെൻസേ ഉള്ളൂ. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസ്സും. നമുക്ക് നമ്മളെ ഹാപ്പിനെസ് ഉണ്ട്. അതേപോലെ പ്രേക്ഷകർക്കും ഉണ്ട് ജാസി ഹാപ്പിനെസ്. കാരണം നീ ഇതുപോലുള്ള കള്ളത്തരങ്ങളും പോടത്തരങ്ങളും പറയുമ്പോ അത് പൊതുജനത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. പിന്നെ കുറച്ച് പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. ഫെയിം ആവണം എന്നുള്ള രീതിയൊന്നും എനിക്കില്ല. അതെന്തായാലും ജാസിക്കില്ല. ജാസി പറഞ്ഞ ശരിയാണ്. കാരണം ഇല്ലാത്ത ഗർഭം വയറ്റിനകത്ത് കെട്ടിവെച്ച് കാണിച്ചതൊന്നും ഫെയിമിന് വേണ്ടിയിട്ടല്ല. ഒക്കെ അസൂയാണ്. സത്യം പറഞ്ഞാൽ അസൂയാന്ന് പറഞ്ഞു. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവന്റെ എന്ത് കണ്ടിട്ടാ അസൂയപ്പെടേണ്ടെന്നുള്ള കാര്യത്തിലുള്ള സംശയം. തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. തൽക്കാലം ഇത്രയും മതി.